അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ റിവ്യൂ പറയാനായിട്ട് മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയെ പറ്റി കുറേ നെഗറ്റീവ് കമൻസും കുറേ നെഗറ്റീവ് റിവ്യൂസും ഞാൻ കാണാനിടയായി. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയെ പറ്റി ഒരു റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. വേറെ ഒരു പടമല്ല, നമ്മുടെ ദിലീപ് ഏട്ടൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന മൂവിയിട്ട് റിവ്യൂ ആണ് ഞാനിന്ന് പറയുന്നത്. ഞങ്ങൾ ഫാമിലിയായിട്ട് ഇന്നലെ അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി കിടിലം മൂവി തന്നെയാണ് കേട്ടോ. എന്തായാലും തിയേറ്റർ ഫുള്ള് പൊളിച്ചടുക്കിയെന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫ് പോർഷൻ വരെ ഫുള്ള് കോമഡിയാണ്. തിയേറ്ററെല്ലാം ഫുൾ പൊട്ടിച്ചിരിയോടുകൂടി നിറഞ്ഞു നിൽക്കുകയായിരുന്നു കേട്ടോ. ക്ലൈമാക്സ് എത്തുമ്പോഴോ ഒരു അടിപൊളി ഇൻഫർമേഷനും കൂടെ തന്നുകൊണ്ടാണ് കേട്ടോ സിനിമ അവസാനിക്കുന്നത്. അതുപോലെ തന്നെ വമ്പൻ താരനിരകൾ തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളെ സിനിമയെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന ക്യാരക്ടേഴ്സാണ് എല്ലാവരും ഉള്ളത് കേട്ടോ. ദിലീപേട്ടൻ്റെ ക്യാരക്ടറും അടിപൊളിയാണ്. ഒരു ജെൻറ്റിൽമാനായിട്ട് അടിപൊളിയായിട്ട് ദിലീപേട്ടനെ അടിച്ചു പൊളിക്കുന്നുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ കൂടെയുള്ള എല്ലാവരും, സിദ്ദിഖൊക്കെ ആണെങ്കിൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ടാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഒരു ഫുൾ ഫാമിലിയുടെ കാര്യമാണ് ഇതിനകത്ത് ഫുള്ളും പറയുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് തരുന്ന ഇൻഫർമേഷൻ ഈ പറയുന്ന നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. സിനിമ കണ്ടവർക്ക് എന്തായാലും അതിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്കും ആ സിനിമയുടെ ഉള്ളടക്കം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. എന്തായാലും അടിപൊളി കിടിലം മൂവിയാണ്. എൻ്റെ പേഴ്സണലി അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഇന്നലെ ഉണ്ടായിരുന്ന ഓഡിയൻസിൻ്റെ ആ ഒരു റെസ്പോണ്ടിങ്ങും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ജനങ്ങൾ ഈ ഒരു സിനിമ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ എന്തിനാണ് ഇതുപോലുള്ള കമൻസുകളും റിവ്യൂസുകളും ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എന്തോ ആയിക്കോട്ടെ, പലർക്കും പല അഭിപ്രായങ്ങളാണല്ലോ. എന്തായാലും എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സാധിക്കുന്നവരെല്ലാവരും കാണേണ്ട പടമാണെന്ന് തന്നെയാണ് കേട്ടോ. ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഫാമിലികളെയാണ് ഞാൻ കൂടുതലും ഇതിലേക്ക് റെഫർ ചെയ്യുന്നത്. എന്തായാലും പറ്റുന്നവരും ഇഷ്ടപ്പെടുന്നവരും പോയി കാണുക, എൻജോയ് ചെയ്യുക.